ഹായ് സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിള്ളേർക്ക് വേണ്ടിയുള്ള ഷോപ്പിംഗ് ആണ് കേട്ടോ. പിള്ളേർക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ കേട്ടോ, ബുക്ക്, ബാഗ്, ബോട്ടില്, ടിഫിൻ ബോക്സ് എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും എടുക്കാൻ വേണ്ടി പോവാണ്. ഇനിയിപ്പോൾ സ്കൂളൊക്കെ കഴിഞ്ഞ് ഒരാഴ്ചയേ ഉള്ളൂ. യൂണിഫോമൊക്കെ ഓൾറെഡി തയ്യാൻ കൊടുത്തിട്ടുണ്ട്. അപ്പം പിന്നെ അവർക്ക് എല്ലാം ഉള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ വേണമല്ലോ. അപ്പോൾ അതെല്ലാം എടുക്കാൻ വേണ്ടി പോവാണ്. നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് അടൂരോട്ടാണ് കേട്ടോ. അടൂർ നമ്മുടെ സ്റ്റുഡിയോയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അടൂർ സ്റ്റുഡിയോ. ഇവിടുന്ന് കൊല്ലത്ത് പോകാൻ ദൂരം കൂടുതലായതുകൊണ്ട് അടൂരോട്ട് പോവാണ്. അടൂർ അവിടെ നേരെ ഉച്ചയ്ക്ക് വെയിലടിക്കുന്നുണ്ട്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പു ഇരിപ്പുണ്ട്. ബോബി വണ്ടി കയറിയപ്പോഴേ ബോബി ഉറങ്ങിപ്പോയി. അപ്പോൾ അപ്പുണ്ട്, മമ്മിയുണ്ട്, മോനിഷയുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പം എല്ലാവരും കൂടെ ചേർന്നാണ് പോകുന്നത് കേട്ടോ. ഇതൊരു അടിപൊളി വീഡിയോ ആയിരിക്കും കേട്ടോ. എല്ലാവരും കാണുക, ഫുള്ള് കാണുക, സ്കിപ്പ് അടിക്കാതെ കാണുക, സപ്പോർട്ട് ചെയ്യുക. മരുന്നിമൂട് പള്ളിയാണ് സുഹൃത്തുക്കളെ, മരുന്നിമൂട് പള്ളി. ഞങ്ങൾ സ്റ്റുഡിയോയുടെ പാർക്കിംഗ് കൊണ്ടിട്ടാണ് സുഹൃത്തുക്കളെ. സ്റ്റുഡിയോയുടെ പാർക്കിംഗ് ബോബി ഉറങ്ങിപ്പോയിരിക്കുകയാണ് സുഹൃത്തുക്കൾ. ചെറിയ ജലദോഷം കറിപ്പിച്ചു. അങ്ങനെ ഞാനും ഒരെണ്ണെടുക്കാൻ പോകട്ടോ. അങ്ങനെ ഞാനും ഒരെണ്ണെടുക്കാൻ വേണ്ടി ഞാനും അങ്ങനെ ഒരെണ്ണെടുക്കാൻ പോവാ. പിള്ളേർക്ക് ഡ്രസ്സ് മേടിക്കാൻ വന്നതാ. ആയി സുഹൃത്തുക്കളെ, അങ്ങനെ പിള്ളേർക്ക് എടുക്കാൻ വന്ന പാൻറ് ഞാനും ഒരെണ്ണെടുത്ത് കേട്ടോ. ഇങ്ങനെയുണ്ട്, സെറ്റാണെങ്കിൽ പറയണേ, കമൻറ്റ് ചെയ്യൂ. ബോബി എടുത്തോ, ഉടുപ്പെടുത്തോ. ഗിഫ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യട്ടോ. ഇഷ്ടപ്പെട്ടോ? ബോബി എടുത്തു, ഞാനും എടുത്തു, എല്ലാവരും എടുത്തു. നീ അപ്പു എടുത്തോ. മാക്സി വന്നേട്ടോ. സ്റ്റുഡിയോ ഇറങ്ങി മാരത്ത മാക്സിൽ പാർക്കിംഗ് ഉണ്ടായിരുന്നില്ലയോ. അപ്പോൾ നമ്മുടെ സ്റ്റുഡിയോയിൽ പാർക്ക് ചെയ്തിട്ട് മാക്സി വന്നു. സാധനമൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ 3 വൗച്ചർ ഇട്ടിട്ടുണ്ട്. അതായത് സെപ്റ്റംബർ മാസം വരെയുള്ള വൗച്ചർ കേട്ടോ. മാക്സ് ഇവരെ കൊണ്ട് ഇറങ്ങാൻ ഭയങ്കര പാടാ സുഹൃത്തുക്കളെ. എത്ര നേരമായെന്ന് അറിയാമോ? 2 കടകളിലോട്ട് കയറി എന്നിട്ട് മണിക്കൂറോളം പിടിച്ച് കഴിഞ്ഞ് ഇനി ബാഗ്, ബുക്ക്, കാര്യങ്ങളെല്ലാം വാങ്ങിക്കണം. ഇനി ഓൾറെഡി സ്കൂളിലെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞു. എന്നാലും മറ്റുള്ള ബാഗും കാര്യങ്ങളൊക്കെ വാങ്ങിക്കണം. ഇതാണ് പരിപാടി കണ്ടോ. ഏത് മനുഷ്യൻ നല്ലത്? നല്ല ഇത് കിടക്കുന്ന എല്ലാം നല്ലതാ മനുഷ്യൻ. ബോബിക്ക് നല്ലതാ. ബോബിക്ക് വാങ്ങിച്ചാലേ, ചെരുപ്പ് വാങ്ങിച്ചാലേ കേട്ടോ. അപ്പൂനും ചെരുപ്പ് വാങ്ങിച്ചാലേ. ഏത് വാങ്ങിച്ചാലേ കേട്ടോ, വാങ്ങിച്ചാലേ. ഏതാ ഇഷ്ടപ്പെട്ടെ? ഇതാണ് ഇഷ്ടപ്പെട്ടെ. കയ്യിലിരിക്കുന്ന ബാഗ് എന്ത് ചെയ്യും? ഫോൺ മാത്രം ഉണ്ടാക്കാനോ? അന്ന് വേണ്ട. നീ മമ്മിക്ക് ബാഗ് വാങ്ങിച്ചിട്ടുണ്ട്, മമ്മിക്കുള്ള ബാഗ്.
അല്ല അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടോടാ ചെരുപ്പ്? ആണോ ഇത് ചേരുന്നുണ്ടോ എന്നോട്? ആണോ ഇത് ചേരുന്നുണ്ടോ? ആണ്ടോ ഇത് നോക്ക്. അത് നോക്ക്. ആ അതിട്ട് ഓടാനല്ല. വിസിൽ മാറ്റിയാൽ മതി. ഓക്കെ എല്ലാവർക്കെല്ലാം വിശക്കുന്നു. അങ്ങനെ ഞങ്ങൾ SFC കയറിയിട്ടുണ്ട്. SFCയിൽ ഹായ് സുഹൃത്തുക്കളെ, അപ്പം ഫ്രെഡിയുടെയും അപ്പുവിൻ്റെയും സ്കൂളിലേക്കുള്ള ആവശ്യങ്ങൾ മൊത്തം ഞങ്ങൾ വാങ്ങിച്ചു കേട്ടോ. അപ്പം ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നാളെ കാണിക്കില്ലടാ അപ്പു? ഇല്ലയോ? അപ്പം ഇന്നിപ്പോൾ സന്ധ്യയായിപ്പോയി. യൂണിഫോം എടുത്തു, അത് തയ്ക്കാൻ കൊടുത്തിരിക്കില്ല. നീല പോയി തയ്ക്കാൻ കൊടുത്തത്. അപ്പോൾ ബാക്കിയുള്ള സാധനങ്ങളുണ്ട് കേട്ടോ, എല്ലാ സാധനം മേടിച്ചിട്ടുണ്ട്. ഏറ്റവും ഇഷ്ടമുള്ള സാധനങ്ങൾ കേട്ടോ. അപ്പോൾ നമുക്ക് എടുക്കണം. നമ്മൾ SFCയിൽ നമ്മുടെ ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചപ്പോൾ അവിടെ ടേബിൾ കിട്ടിയില്ല. അപ്പം പിന്നെ ഒരുപാട് ലേറ്റ് ആയിപ്പോയി. അപ്പോൾ നമ്മൾ പാഴ്സൽ വാങ്ങിച്ചു. മമ്മി ഉണ്ടായിരുന്നുണ്ട്, പാഴ്സൽ വാങ്ങിച്ചു. അപ്പം പിള്ളേർക്ക് ഭയങ്കര വിശപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നില്ലേ മനസ്സിൽ? ആന്നില്ല. അപ്പോൾ വീട്ടിൽ വന്നിട്ട് കഴിക്കാമെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ പെട്ടെന്ന് അവിടെ ഇന്ന സമയം ഒരുപാട് പോയതുകൊണ്ട് വീട്ടിൽ വന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇങ്ങനെ പാഴ്സൽ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ വന്നു. എല്ലാവരും ക്ഷീണിച്ച് തളർന്നിരിക്കുക. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നാളെ കാണിക്കാം. എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്ന് എടുത്ത് സ്കൂളിലേക്ക് വേണ്ടി എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്നുള്ളത്, സ്കൂളിലേക്ക് വേണ്ടി എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്നുള്ളത് രാവിലെ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ഹായ് സുഹൃത്തുക്കളെ, നമ്മുടെ SFC ആണ്, പത്തനാപുരത്തുള്ള SFC ആണ് കേട്ടോ. പുതിയൊരു സ്ഥാപനമാണ്. തുടങ്ങിയിട്ട് 2-3 മാസമായി. ഞാൻ ഇതുവരെ എൻ്റെ വീഡിയോയും കാര്യങ്ങളും ഇട്ടിട്ടില്ലായിരുന്നു കേട്ടോ. നമ്മളെ പോയി സാധനം വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടെങ്കിലും വീഡിയോ ആയിട്ടൊന്നും ഇട്ടിട്ടില്ലായിരുന്നു. ഇതാണ് SFC ആണ്. ഇന്നിപ്പോൾ ഇതൊരു അവസരം കിട്ടണമെങ്കിൽ എടുക്കുകയാണ് കേട്ടോ. പത്തനാപുരത്തുള്ള SFC ആണ്. നമ്മളൊരു കോംബോയാണ് മേടിച്ചിരിക്കുന്നത്, കോംബോ. പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട്, 10 പീസ് ചിക്കൻ ഉണ്ട്, പിന്നെ 5 കുബൂസ് ഉണ്ട്, ഒരു കൊക്കക്കോള ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ അല്ലാതെ വാങ്ങിച്ചാൽ പിന്നെ മയണൈസ്, കച്ചപ്പ്, സോസ് എല്ലാം ഉണ്ട്. എല്ലാ സംഭവം ഉണ്ട് കേട്ടോ. അടിപൊളി കോംബോയാണ്. 10 പീസ് എന്ന് പറഞ്ഞാൽ വലിയ പീസ് തന്നെയാണ്. 10 പീസ്. അതായത് 4 പേർക്ക് കഴിക്കാൻ സുഖമായിട്ട് കഴിക്കും ഇല്ലയോ? ബോറടിപ്പിക്കുന്നു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കഴിച്ചിട്ട് കാണാം, നാളെ കാണാം. ഓക്കെ. ഇത് ബോബി കഴിക്കുന്നില്ലയോ? നിനക്കതെന്താ വേണമെന്ന് പറഞ്ഞത്? നീ വേണ്ടായിരുന്നോ ഇനി? വേണോ? എന്നാ പെട്ടെന്ന് കഴിക്കും. ഒരു ലെഗ് പീസാണ് കേട്ടോ, 1 ലെഗ് പീസ് ഉണ്ടോ. അപ്പോൾ പഠിക്കുന്ന സ്കൂളാണ്, മദർസ് ഹോസ്റ്റലിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഇപ്പോഴേ നമ്മൾ ബുക്കും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് വീഡിയോ എടുക്കണമെന്ന് ഓർത്തത്. അങ്ങനെ ഞങ്ങൾ വീഡിയോ എടുത്തു. ബുക്കൊക്കെ എല്ലാവരും വാങ്ങിച്ച് തുടങ്ങുന്നേ ഉള്ളൂ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് നമ്മുടെ കുട്ടികളോടൊത്ത് ഒരല്പം നേരം സ്പെൻഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്ന് അടിപൊളി ഒരു വീഡിയോ ആണ് വരുന്നത്. നമ്മൾ ഓൾറെഡി നിങ്ങളിപ്പോൾ കണ്ടു കാണുമായിരിക്കും, വീഡിയോ അല്ല എന്താണെന്നുള്ളതൊക്കെ കണ്ടു കാണും കേട്ടോ. അപ്പം നമ്മൾ ഇന്ന് ആ മേടിച്ച സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താൻ വേണ്ടി പോകണം കേട്ടോ. അപ്പോൾ കുഞ്ഞുങ്ങൾക്കുള്ള പഠനോപകരണങ്ങൾ എന്നാൽ തിങ്കളാഴ്ച സ്കൂൾ തുറക്കുകയാണ്. അപ്പം അതിന് മുന്നോടിയായിട്ട് അവർ മേടിച്ച പുസ്തകങ്ങൾ, അവർക്ക് മേടിച്ച കളർ പെൻസിലുകൾ എല്ലാം നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്.
എല്ലാവരും കാണുക, സ്കിപ്പ് അടിക്കാതെ കാണുക. പർച്ചേസ് ചെയ്തെങ്ങനെ കണ്ടല്ലോ അല്ലേ? അപ്പോൾ എന്തൊക്കെയാണ് പർച്ചേസ് ചെയ്യുന്നതെന്ന് അറിയണ്ടേ? അപ്പോൾ എല്ലാവരും കാണുക. ബോബിയെ തുടങ്ങിയാലോ നമുക്ക്? അപ്പൊ ഒന്ന് ഏതൊക്കെയാ പരിചയപ്പെടുത്താൻ തുടങ്ങുന്നത്? ആദ്യമേ ബാഗ് വെച്ച് തുടങ്ങാം ഇല്ലയോ? ഇത് എന്റെ ബാഗ്. പിന്നെ എനിക്കൊരു കുട മേടിച്ച്, ബെൻടെൻസിന്റെ കുട. അപ്പൊ കഴിഞ്ഞിട്ട് ബാഗ് എന്തി? കഴിഞ്ഞിട്ടത് ബാഗ് അവിടെ തന്നെ ഇരിപ്പുണ്ട്. എവിടെ തന്നെ ഇരിപ്പുണ്ട്? ഞാൻ പഠിക്കുന്ന സ്ഥലത്ത്. ഏത് സ്ഥലത്ത്? അവിടെ. നീ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ പുതിയ ബാഗ് വാങ്ങിച്ചു തന്നെ. ഓക്കെ, അപ്പം പഴയ ബാഗിന് വലിയ കേടൊന്നും ഇല്ലായിരുന്നു. എന്നാൽ നീ പുതിയ ബാഗ് വാങ്ങി നിന്റെ സന്തോഷത്തോടെ, നീ പറഞ്ഞതുകൊണ്ട് സന്തോഷത്തോടെ വാങ്ങിച്ചു തന്നതാ. അന്ന് പറഞ്ഞ് ഇതെടുത്ത് കീറി നശിപ്പിച്ചാലല്ലേ, പഴയ ബാഗിന് ഒരു കുഴപ്പവും ഇല്ല, അതും ഉപയോഗിക്കണം കേട്ടോ. അത് ഉപയോഗിക്കണം, ഇത് ഉപയോഗിക്കണം. ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു ബാഗ് 2 വർഷമൊക്കെ കൊണ്ടു നടക്കുമായിരുന്നു ഞങ്ങൾ കേട്ടോ. ഇപ്പോഴത്തെ പിള്ളേരാണ് 1 വർഷം പോലും തയ്ക്കാത്തത്. ഓക്കെ, കഴിഞ്ഞ വർഷം നിനക്ക് 2 ബാഗാണ് വാങ്ങിച്ചു തന്നത്. അപ്പം ഒരു ഇടയ്ക്ക് വെച്ചാൽ പല്ലായി പോയപ്പോൾ വേറൊരെണ്ണം വാങ്ങിച്ചു തന്നു. അപ്പം ഇത് നശിപ്പിക്കല്ലേ, നല്ല ബാഗ് കേട്ടോ. അപ്പം കുടയുണ്ടല്ലേ? കഴിഞ്ഞിടത്ത് കുടയാ? പൊടി അടിക്കാതെ ഇട്ടിട്ടുണ്ട്. കാര്യം സ്കൂള് എന്തായാലും ഇവന് സ്കൂൾ ബസ് ഇവിടെ തന്നെ ഫ്രണ്ടിൽ വരും. പിന്നെ കുടയുടെ ആവശ്യം വരുന്നില്ല. എന്നാലും അവൻ്റെ ആഗ്രഹത്തിന് ഒരു കുട വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവ മദ്രസയിലാണ് പഠിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ബുക്കുകളെല്ലാം വാങ്ങിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ കണ്ടു കാണുമായിരിക്കും. അപ്പോൾ ആ ബുക്കെല്ലാം നമ്മൾ വാങ്ങിച്ചു, ടെസ്റ്റുകളെല്ലാം വാങ്ങിച്ചു. പിന്നെ ട്യൂഷന് വേണ്ടിയുള്ള ബുക്കുകൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം ബാഗ് നമ്മൾ കാണിച്ചില്ലേ? അപ്പം ഇതിൻ്റെ ഫ്രീ കിട്ടിയ സാധനങ്ങൾ ഏതാ? ഫ്രീ കിട്ടിയത് താണ്ട് ഇത് പൗച്ചോ? ഇത് എൻ്റെ ഒരു പൗച്ച്. പിന്നെ എനിക്ക് ഒരു പെൻസിലും പിന്നെ ഒരു പേന, ഒരു റബ്ബറും കട്ടറും. നേഴ്സിലിപ്പോ കിട്ടിയല്ലേ? അപ്പൊ ഇതിന്റെ ബാഗിന്റെ കിട്ടിയതാ. പിന്നെ ഇതും കിട്ടി. ഓക്കെ, ടൈം ടേബിൾ എഴുതാനുള്ള സംഭവം. പിന്നെ 2 നെയിൽസ് ഉണ്ട്. അപ്പു എത്രല്ല പഠിക്കുന്നേ? ഇനി 4th സ്റ്റാൻഡേർഡിലോട്ട്. 4th സ്റ്റാൻഡേർഡോ? ബോബി UKG-ലോട്ട്. UKG-ലോട്ട്. പിന്നെ അടുത്തത് കാണിടാ ബോബി. അപ്പുവേ ഇനി ഇത് എന്റെ ടിഫിൻ ബോക്സ്. പിന്നെ ഇത് സ്നാക്സ് കൊണ്ടുപോകാനുള്ളത്. ഇത് ഫ്രെഡിയുടെ ടിഫിൻ ബോക്സ്, ഫ്രെഡിയുടെ സ്നാക്സ്. നമുക്കിത് മൊത്തത്തിൽ ഒന്ന് കാണിച്ചാലോ? ഇത്രയും ഐറ്റംസ് ആണ് നമ്മൾ വാങ്ങിച്ചേക്കുന്നത് കേട്ടോ. നമ്മൾ തുണി എടുത്തായിരുന്നു. 2 തുണികൾ നമ്മൾ അതിനെ കൂട്ടത്തിൽ എടുത്തതാ. ബോബിയുടെയും ഫ്രണ്ടിയുടെയും ഈ വട്ടത്തെ സ്കൂൾ ഓപ്പണിങ്ങിനുള്ള സാധനങ്ങളാണ് കേട്ടോ. പെൻസിൽ ബോക്സ് അത് തുറന്ന് കാണിക്കാമോ? പെട്ടെന്ന്. കൊള്ളാം, നല്ലത്. ഓക്കെ, ഓക്കെ. രഹസ്യറയൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അടുത്തത് കാണിക്കേ. ഇന്ന് ടൗലിരിക്കുന്നേ? ഇത് ടിഫിൻ ടൗലോ? നോട്ടില് നമ്മുടെ ബാഗ് പുസ്തകം മേടിക്കുമ്പോൾ അതിൻ്റെ നോട്ടിൽ അവന് ടീഷർട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങ് ഒപ്പിച്ചു കേട്ടോ. അത് കാണിക്കാമോ? അതെ, ഇത് നമ്മളെ ഇവിടുന്ന് മാക്സിന് എടുത്തതല്ലേ? മാക്സിന് എടുത്തതാ. അത് മാക്സിന് എടുത്തതാ. ഓക്കെ. നിന്റെ യൂണിഫോം ഏതാ? നിന്റെ യൂണിഫോം കളർ ഏതാണ്? മെറൂണും വൈറ്റും. ഓക്കെ, മെറൂണും വൈറ്റും ആണ് ഇതിന്റെ യൂണിഫോം. ഇപ്പൊ ബുധനാഴ്ചയാണ് മാറ്റിയില്ല മനുഷ്യ? ബുധനാഴ്ച ഇപ്പം ഏത് കളറായി? കളർ ഇതുവരെ പറഞ്ഞില്ലല്ലേ? ബുധനാഴ്ച കളർ മാറ്റിയിട്ടുണ്ട്. ആണോ? അല്ലേ, ഷർട്ട് ഏതാന്ന് പറഞ്ഞിട്ടില്ല. ഇതെന്റെ ചെരുപ്പ്. ബോട്ടിൽ കാണിച്ചില്ലല്ലോ? ഇതെന്റെ ബോട്ടിലുണ്ടല്ലേ? നമ്മൾ കഴിഞ്ഞ വർഷം സാധനങ്ങളെല്ലാം ഇവിടെ ഇരിപ്പുണ്ട് അതുപോലെ. എന്നാലും പുതിയ തന്നെ ഇരിക്കട്ടെ. ഓക്കെ, അപ്പോൾ താണ്ട് അടുത്ത ബോക്സുകൾ ഇത് കാണിയിട്ടൊക്കെ. ഇത് പിന്നെ ബാഗിന്റെ കൂടെ ഫ്രീ കിട്ടിയ സാധനങ്ങൾ. എനിക്കൊരു ഗ്ലൂ മേടിച്ചു തന്നു. ഓക്കെ. പിന്നെ അമ്മ പറഞ്ഞു അമ്മ അന്ന് 3rd സ്റ്റാൻഡേർഡിൽ അമ്മ പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്കൊരു ഫോട്ടോ ഉള്ള നെയിം സ്ലിപ്പ് മേടിച്ചു തരാം. അന്ന് അമ്മ ഓൾറെഡി ഒരു നെയിം സ്ലിപ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മ പറഞ്ഞു ഇനി 4th സ്റ്റാൻഡേർഡിലാവുമ്പോൾ ഫോട്ടോ ഉള്ള നെയിം സ്ലിപ്പ്. അപ്പൊ എനിക്കൊരു ഫോട്ടോ ഉള്ള. ശരി. അതുപോലെ ഫ്രെഡിക്ക് ഉണ്ട് കേട്ടോ. ഫ്രെഡിക്ക് അതുപോലെ ഉണ്ട്. ഫ്രെഡിക്ക് ഉണ്ട് അതുപോലെ. ഓക്കെ, അടുത്ത പെൻസിൽ ബോക്സും കാര്യങ്ങളൊക്കെ. ഇതൊക്കെ കഴിഞ്ഞിട്ടേ ഇതേ അടിപ്പിക്കത്തുള്ളൂ. ഓക്കെ. കാണിക്കാം. അവൻ്റെ എല്ലാം കാണിക്കാം. ഇപ്പം എടുക്കണ്ട. ഇതെല്ലാം കഴിഞ്ഞിട്ടേ ഇത് അടുപ്പിക്കത്തുള്ളൂ കേട്ടോ. പിന്നെ ഇതുകൊണ്ട് നമുക്ക് ബുക്ക് പൊതിയാനുള്ള
പേപ്പറൊക്കെ ഉണ്ട്. ഇത് നമുക്ക് ട്യൂഷന് പോകാനുള്ള ബുക്കുകൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ഫ്രെഡിക്കുള്ള ട്യൂഷന് പോകാനുള്ള ബുക്ക് വാങ്ങിച്ചിട്ടുണ്ട്. അതാ നമ്മൾ റൈസറും ഷോപ്പണറും ഷോപ്പണറും. ഇത് 1 വർഷത്തേക്കുള്ളതുണ്ട്. എല്ലാം എടുത്ത് കളയില്ല കേട്ടോ. ഡെയിലി ഉണ്ടെന്ന് പറഞ്ഞാൽ ഡെയിലി ഓരോന്ന് എടുത്തോണ്ട് പോവല്ലേ. ഏത് മനസ്സിലായോ? നോക്കി പേടിപ്പിക്കുക. ഇതൊക്കെ ആവശ്യത്തിന് തരത്തുള്ളൂ. ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എടുത്തോണ്ട് പോവല്ലേ. മാറ്റി വെക്കണം. എന്തിനാ കൊടുക്കുന്നത്? അപ്പോൾ ആവശ്യത്തിന് ഉപയോഗിക്കുക. എൻ്റെ അപ്സരയുടെ പെൻസിൽ ഇരിപ്പുണ്ട്. അതാണ് അപ്സര പെൻസില്. പിന്നെ സോക്സ്. ഇത് ബോബിക്കുള്ളതല്ലേ? ബോബിക്കുള്ള സോക്സ്. ഇതാണ് ബോബിയുടെ ടിഫിൻ ബോക്സ്, ലഞ്ച് ബോക്സ് ഇല്ലയോ? കുഞ്ഞു നിക്കറ്, ഫ്രെഡിയുടെ കുഞ്ഞു നിക്കറുകള്. പിന്നെ ഇത് 2 ബോക്സും ഫ്രെഡിയുടെ. വാവ് സൂപ്പർ. ഈ ഫ്രെഡി തുറന്ന് കാണിച്ചേ. നിന്റെ ബൈക്കിൽ തന്നെ നിൽക്കുന്നേ. ഈ പെൻസിൽ ബോക്സിന്റെ കൂടെ പിന്നെ താണ്ടേ ഈ റബ്ബറും കൂടെ ഫ്രീ കിട്ടിയിട്ടുണ്ട്. കീച്ചാനുണ്ട്. വേണ്ട അങ്ങനെ പറഞ്ഞാൽ മതി. കാൽക്കുലേറ്റർ ഉണ്ടോ? UKG പഠിക്കുന്നത് എന്തിനാണോ കാൽക്കുലേറ്റർ? അവന്റെ ഇഷ്ടമുള്ള ഒരു പെൻസിൽ ആയോ? പെൻസിൽ ബോക്സ്. സ്പൈഡർമാന്റെ അവന്റെ ഫേവറേറ്റ് സ്പൈഡർമാൻ. അതേപോലെ സ്പൈഡർമാന്റെ ബൈക്കും പെൻസില് പേനയാണോ? ഓക്കെ. ഇതൊരു ബാഡ്ജ്. LKG പഠിക്കുന്നതിനും UKG പഠിക്കുന്നതിനും കാൽക്കുലേറ്റർ. ഫ്രെഡിയുടെ ഷർട്ട് കാണണ്ടേ? ടീഷർട്ട്. വേറൊരു ടീഷർട്ട്. നമ്മൾ പാന്റ് മേടിച്ചു. ഓക്കെ. കാരണം അവന്റെ യൂണിഫോം തയ്ക്കാൻ കൊടുത്തിരിക്കുന്നേ ഉള്ളൂ. പക്ഷെ നിന്റെ വെള്ള ഷർട്ട് ഇന്ന് തയ്ക്ക് കിട്ടണ്ടാ. ഞാൻ വാങ്ങിക്കാൻ പോയില്ല, നാളെ വാങ്ങിക്കാം. ഇത് ഫ്രെഡിയുടെ. ബോബിയുടെയും തയ്ക്കാൻ കൊടുത്തിട്ടുണ്ട്, അതും നാളെ കിട്ടും. പിന്നെ ഫ്രെഡിക്ക് എനിക്ക് മേടിച്ചപ്പോ ഫ്രെഡിയും കിടന്ന് കരഞ്ഞ് അവന് മേടിച്ചു. ഓക്കെ. അവന് പൊതിയാനുള്ള പേപ്പറുകള്, പിന്നെ വാട്ടർ ബോട്ടില്, പിന്നെ സ്പൈഡർമാന്റെ ബാഗ്, പിന്നെ അതേപോലെ സ്പൈഡർമാന്റെ റെയിൻകോട്ട്. അവന് കുട വാങ്ങിച്ചപ്പോൾ ഇവന് റെയിൻകോട്ടാണ് വാങ്ങിച്ചത് കേട്ടോ. പിന്നെ അവന്റെ ചെരുപ്പുകളാണ് കേട്ടോ. ഇപ്പം നിർബന്ധിച്ച് വാങ്ങിച്ച സംഭവങ്ങളാണ് ചെരുപ്പുകൾ. അപ്പോൾ അതും വാങ്ങിച്ചിട്ടുണ്ട്. ഇത്രയും സംഭവങ്ങളാണ് വാങ്ങിച്ചിരിക്കുന്നത്. നമ്മുടെ ഈ വട്ടത്തെ സ്കൂൾ ഓപ്പണിംഗ് ഷോപ്പിംഗ് ഇല്ലയോ? പാൻറ് കാണിച്ചേ. പാൻറ് ഒന്നുകൊണ്ടല്ലോ, 2 ഉണ്ടല്ലേ? ഓക്കെ. ഫ്രെഡിയുടെ പുസ്തകമൊക്കെ സ്കൂൾ തുറന്നു കഴിഞ്ഞിട്ടേ കിട്ടത്തുള്ളൂ അല്ലേ ബോബി? ഫ്രെഡിയുടെ സ്കൂൾ തുറന്ന വീട്ടിൽ ബുക്ക് കിട്ടത്തുള്ളൂ. കിട്ടൂല്ലേ? അപ്പം തിങ്കളാഴ്ച തൊട്ട് സ്കൂൾ ഓപ്പണിങ്ങാ. പഠിക്കണം. ഇതൊക്കെ എന്തിനാ വാങ്ങിച്ചതെന്ന് അറിയാമോ? എന്തിനാ വാങ്ങിച്ചതെന്ന്? പഠിക്കാനോ? പാച്ചാന് കേട്ടോ. അപ്പൊ ഇതെല്ലാം പഠിക്കണം. ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനൊന്നും കിട്ടാനില്ലായിരുന്നു. മോൻഷിക്ക് കിട്ടിയിട്ടില്ല, എനിക്കും കിട്ടിയിട്ടില്ല. മോൻഷി കിട്ടിയായിരുന്നോ? അവള് കൂടിയതാ. അവൾ കിട്ടിയ, പക്ഷെ എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. കിട്ടിയിട്ടുണ്ട്. ആവശ്യം പഠിക്കുന്ന സമയത്ത് എനിക്ക് എന്താ ആവശ്യം ഉണ്ടെങ്കിലും എന്റെ മാതാപിതാക്കൾ വാങ്ങിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. അന്നത്തെ സമയത്ത് എന്തുണ്ടെങ്കിലും അത് വാങ്ങിച്ചു തന്നിട്ടുണ്ട്. ഓക്കെ. എന്ന് പറഞ്ഞാൽ നമ്മൾ ചുമ്മാ എന്തുവാ ഒരു പെൻസിൽ കിട്ടിയാൽ നമ്മൾ മാക്സിമം ഉപയോഗിക്കും. ബോബി നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? വൈൻഡപ്പ് ചെയ്യാം. ഇത് പൊതിയണ്ടേ? ബുക്ക് പൊതിയണ്ടേ? ടെസ്റ്റുകള്, നോട്ട്ബുക്കുകൾ പൊതിയണം. അപ്പൊ ആ വീഡിയോ ഒക്കെ അടുത്ത ദിവസം വരാം. എന്ത് അത് പോരെ മനുഷ്യ? ബോബി അത് പോരെ? മതിയോടാ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ആരും മറക്കരുതേ. ബോബി ലൈക്ക് ചെയ്യണം പറ. Come on.